പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സ്ത്രീകൾ തൊഴുതുമടങ്ങിയ ശബരിമലയിൽ കാര്യങ്ങൾ സമാധാനപരമാണ്. എന്നാൽ കേരളമാകെ അങ്ങനെയല്ല അവസ്ഥ. ഭീതിജനകമായ സാഹചര്യം, എപ്പോൾ വേണമെങ്കിലും സംഘർഷം രൂപപ്പെടാമെന്ന സ്ഥിതി. കലാപം തുടരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. ആരാഗ്രഹിച്ചാലും കേരളത്തെ ആ വിധം കലാപഭൂമിയാക്കാൻ ആർക്കും കഴിയില്ല. സമാധാനം പുലർന്നേ മതിയാകും. പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ RSS ജില്ലാ കാര്യവാഹകനെ പകൽ പോലെ തിരിച്ചറിഞ്ഞു. പക്ഷേ പകരത്തിനു പകരം എന്ന മട്ടിലുള്ള തിരിച്ചടി അംഗീകരിച്ചു കൊടുക്കാനുമാവില്ല. കോടിയേരിയുടെ നിർദ്ദേശം പാലിക്കാൻ CPM പ്രവർത്തകരും തയ്യാറാകണം. നാടിനെ ഭീതിയുടെ നിഴലിൽ നിർത്താൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നു. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. കേരളത്തെ കലാപഭൂമിയാക്കാനോ ശ്രമം? FB പോളിലൂടെ പ്രേക്ഷകർക്കും അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. CPIM നേതാവ് ശ്രീ ചന്ദ്രൻപിള്ള, കോൺഗ്രസ് നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഡക്കാൻ ക്രോണിക്കിളിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ KJ ജേക്കബ് എന്നിവരാണ് ചർച്ചയിൽ പങ്കുചേരുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക്. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ശ്രീ ചന്ദ്രൻപിള്ള, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഭയത്തിൻ്റെ നിഴലിൽ ജീവിക്കാൻ നാടിനെ അനുവദിക്കില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് നാടിനെ മോചിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യം, കലാപസമാനമായ സാഹചര്യം കേരളമാകെ നിൽക്കുന്ന പശ്ചാത്തലമാണ്. പക്ഷേ കോടിയേരി പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തൊരു നിർദ്ദേശം കൂടിയുണ്ട്. അക്രമങ്ങൾക്ക് വഴിപ്പെടരുത് എന്ന ഒരു നിർദ്ദേശമുണ്ട്. അത് കൊടുക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ ഇതുപോലൊരു സാഹചര്യത്തിൽ തിരിച്ചടിക്കാം എന്ന നിലയിലേക്ക് CPM എവിടെയെങ്കിലും തയ്യാറാകുന്നതോ ആലോചിക്കുന്നതോ ഉചിതമാണോ ഇതുപോലൊരു സാഹചര്യത്തിൽ? മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ആകെ അഭിസംബോധന ചെയ്ത് പറഞ്ഞതാണ്. നമ്മൾ കാണേണ്ട കാര്യം, കേരളത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി നടക്കുന്ന അക്രമങ്ങൾ ഏകപക്ഷീയമാണെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒരു സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ടൊരു ഗവൺമെൻറ് അതിനാവശ്യമായ ഒരുക്കങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നിയമവാഴ്ച അംഗീകരിക്കില്ല എന്ന നിലയിൽ വ്യാപകമായ അക്രമം, നിങ്ങൾ നോക്കൂ, പോലീസുകാർക്കെതിരെ അക്രമം, പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെ ബോംബേറ്, ജനപ്രതിനിധികൾക്ക് നേരെ അവരുടെ വീടുകളെ ആക്രമിക്കുക, നേതാക്കന്മാരെ ആക്രമിക്കുക, പാർട്ടി ഓഫീസുകൾ കല്ലെറിയുക, ഇതെന്ന് പറഞ്ഞാൽ തുറന്ന ഒരു ആക്രമണത്തിൻ്റെ തീരുമാനം ആസൂത്രിതമായി എടുത്ത് സംസ്ഥാനം നടപ്പാക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട, ഇതിനൊരു നേതൃത്വമുണ്ട്. ശബരിമലയിലെ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിനെതിരായി ആൾക്കൂട്ടത്തെ ഇറക്കി നിയമവാഴ്ച ലംഘിക്കുന്ന RSSന്റെ ആഹ്വാനം, അതിൻ്റെ ഒപ്പം നിൽക്കുന്ന BJPയുടെ ആഹ്വാനം ഇതിൽ വലിയ പങ്കുവഹിക്കുകയാണ്. കേരളം ഇതിനോട് പ്രതികരിക്കാൻ നിർബന്ധിതമാണ്. നമുക്ക് വേണ്ട സമാധാനമാണ്. കേരള ജനത സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നിയമവാഴ്ചയിലേക്ക് തിരിച്ചു വരാനും സമാധാനം ഉണ്ടാക്കാനും ഈ ആക്രമണത്തിന് തുടക്കം കുറിച്ചിട്ട് ആളുകൾ തയ്യാറാവുകയാണ് വേണ്ടത്. വളരെ വ്യക്തമായും ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പ്രതിരോധിക്കുകയല്ലാതെ ഒരു ജനതയ്ക്കും മറ്റു വഴികളില്ല. ഒരു കാര്യം തീർച്ചയാണ്, ഈ ഒരു സാഹചര്യം അനുവദിച്ചുകൊണ്ട് കേരളത്തിന് മുൻപോട്ട് പോകാനാവില്ല. ഒരു കൂട്ടം അക്രമികൾ തെരുവിൽ വന്ന് കൊലവിളി നടത്തി മനുഷ്യരെയാകെ ഭയപ്പെടുത്തി എന്തും കയ്യിലെടുത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് അനുവദിക്കാവുന്നൊരു പ്രബുദ്ധതയല്ല കേരളത്തിനുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അവിടെ പിന്മാറണം, തിരുത്തണം. CPIM സമാധാനത്തിന് വേണ്ടി നിലകൊള്ളും. കോടിയേരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷരം പ്രതി അതുപോലെ അനുസരിക്കാൻ കഴിയുന്ന ഒരു സംഘടന, രാഷ്ട്രീയ ധാരണ ഞങ്ങൾക്കുണ്ട്. ശ്രീ ചന്ദ്രപിള്ള, താങ്കൾ ഒരേ നാവ് കൊണ്ട് ഇത് രണ്ടും പറയുന്നു. കോടിയേരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ തയ്യാറാണ്, സന്നദ്ധമാണ്, അതിനുള്ള സംഘടനാ സംവിധാനമുണ്ട്. അതേ താങ്കൾ തന്നെ പറയുന്നു, ഇങ്ങനെ ഏകപക്ഷീയമായ അക്രമങ്ങൾക്ക് തുടർന്നാൽ ഒരു ജനത്തിന് പ്രതിരോധിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പിണറായി ഇടതുമുന്നണി സർക്കാരിൻ്റെ ആവശ്യമില്ല, പോലീസിൻ്റെ ആവശ്യമില്ല, അത് വന്നാൽ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നതാണ് അതിൻ്റെ ശരിയായ ഒരു അർത്ഥം. നിങ്ങൾ അങ്ങനെയല്ല അത് വ്യാഖ്യാനിക്കേണ്ടത്. വ്യാഖ്യാനിക്കാതെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ സമ്മതിക്കും. നിങ്ങൾ നോക്കൂ, ജനപ്രതിനിധികളുടെ വീടുകളെ ആക്രമിക്കുന്ന ഇത്തരം രീതി കേരളത്തിലുണ്ടായോ? CPM ആണോ ചെയ്യുന്നത്? പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിയുന്നത് കാര്യവാഹമാണ്, ജില്ലാ കാര്യവാഹമാണ്. നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ എന്നോട് ഇങ്ങനെ ഒരു ആക്രോശം കാണിക്കേണ്ട സാഹചര്യമേ ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് പകൽ വെളിച്ചം പോലെ നടക്കുന്ന എന്താണെന്നറിയാം. നിങ്ങൾ കാണേണ്ട കാര്യം, ഒരു സുപ്രീം കോടതി വിധിയെ മാനിച്ചുകൊണ്ട് നിലപാടെടുക്കേണ്ടതിന് പകരം അതിനെ ചോദ്യം ചെയ്ത്
നിയമവാഴ്ച അംഗീകരിക്കില്ലെന്ന് പറയുന്നതിനോട് നിങ്ങൾക്ക് യാതൊന്നും തോന്നുന്നില്ലേ? അതിൻ്റെ ഭാഗമായി പരക്കെ നടക്കുന്ന ഈ അക്രമങ്ങൾ ഏകപക്ഷീയമാണല്ലോ. പിന്നെ അടി കൊള്ളുമ്പോൾ ചെറുക്കാൻ മനുഷ്യൻ നിർബന്ധിതമാകില്ലേ? ആ സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അക്രമം തുടങ്ങാതിരിക്കണം. അതിനിപ്പോൾ എന്ത് വേണം? ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലം മനസ്സിലാക്കി 22-ാം തീയതി റിവ്യൂ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വീണ്ടും തുടങ്ങാൻ പറ്റും. അത് സമ്മതിക്കില്ല, ബലം പ്രയോഗിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതിലേക്ക് പോയാൽ എന്ത് ചെയ്യണം? ഞാൻ താങ്കളിലേക്ക് പറയുന്നത് കോടിയേരി പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നമ്മൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും എങ്ങനെയൊക്കെ എതിർത്താലും ഒരു കാര്യം സ്പഷ്ടമാണ്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധി നടപ്പാക്കിയതിനെതിരെയാണ് ഈ വലിയ കലാപം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് വളരെ ആസൂത്രിതമായി രൂപപ്പെട്ടതാണ്. കേരളം അങ്ങോളം ഇങ്ങോളം അതിൻ്റെതായ നിലയിൽ ചില ഇടങ്ങളിലൊക്കെ തിരിച്ച് ചെറുത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ എടപ്പാൾ സംഭവം ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ആ ദൃശ്യങ്ങൾ നല്ലതുപോലെ വന്നതാണ്. ജനങ്ങൾ ഇറങ്ങുന്നു. അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർ കടയടപ്പിക്കാൻ ചെല്ലുമ്പോൾ അവർ നേരെ നിന്ന് നോക്കുമ്പോൾ തിരിഞ്ഞോടുന്ന നിലയിൽ, അതുപോലെ തന്നെ ബോംബേറ് വടിവാളുമായി വിഹരിക്കൽ, ഇതെല്ലാം ആസൂത്രിതമായി നടക്കുമ്പോൾ അതിനെ എവിടെയെങ്കിലുമൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരുപോലെയാണ് എന്ന് പതിവ് പോലെ കോൺഗ്രസ് പറയുന്നതിൻ്റെ യുക്തി എത്ര ആലോചിച്ചാലും മനസ്സിലാവില്ല. ഒരു വിഷയത്തെ, ഒരു പ്രശ്നത്തെ കേരളം കലാപ സമാനമായ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ശരിയായ ഒരു വിശകലനം, വിലയിരുത്തൽ കോൺഗ്രസ് നടത്തുന്നുണ്ടോ? പതിവ് പോലെ CPM-നെയും പഴിക്കുക, BJP-യെയും പഴിക്കുക, ആ ശൈലിയാണോ ഇവിടെയും സ്വീകരിക്കുന്നത്? ശരത്തെ, മഞ്ഞപ്പിത്തം പിടിച്ചവൻ നോക്കിയാൽ എല്ലാം മഞ്ഞ നിറത്തിലേ കാണുകയുള്ളൂ. അതുകൊണ്ട് മഞ്ഞപ്പിത്തം ബാധിക്കാത്ത ഒരാളിൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ ഈ സുപ്രീം കോടതിയുടെ വിധി എത്ര നാൾ ചർച്ച ചെയ്താ, ഇനി ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സുപ്രീം കോടതി വിധിയുടെ സ്പിരിറ്റ് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഈ 2 ദിവസമായി ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി പോലും പറഞ്ഞു, അവിടെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വരുമ്പോൾ ചില ആളുകൾക്ക് മാത്രം പോലീസ് കൊടുക്കുന്ന ഈ സുരക്ഷ, ആ സുരക്ഷയാണ് നാട്ടിൽ ഇന്ന് വ്യാപകമായി അക്രമത്തിനിടയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണ സമിതി പോലും ഗവൺമെൻറ് നടപടിയെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. എത്ര സാഹസികമായിട്ടാണ് ഈ 2 യുവതികളെ അവിടെ കയറ്റിയത്. അർദ്ധരാത്രിയിൽ സകല ചരാചരങ്ങളും കിടന്നുറങ്ങുമ്പോൾ, നാടും കാടും ഉറങ്ങുമ്പോൾ, നേരം കെട്ട നേരത്ത് ഈ ബണ്ടിച്ചോർ, ഈ ATM കൊള്ളയടിക്കാൻ പോയതുപോലെ ഈ 2 പെണ്ണുങ്ങളെ ആംബുലൻസിനകത്തോടെ കൊണ്ടുപോയത്. എന്തിനാ ഇത്ര സാഹസികമായൊരുങ്ങും? 800 സ്ത്രീകൾ അവിടെ പോകാനായിട്ട് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? അവരെ കൊണ്ടുപോകണ്ടേ? പട്ടാപ്പകൽ കൊണ്ടുപോകണ്ടേ? 10 സ്ത്രീകൾ കയറിയെന്നാണ് പറയുന്നത്. ദീപ്തി വാജ്പേയി, ആ ഞാൻ പറയട്ടെ ശരത്തെ, നിങ്ങൾ ചന്ദ്രൻപിള്ള പറഞ്ഞപ്പോൾ ഇതാ, ഞാൻ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചാൽ വരാത്ത കാര്യം ഇതാണ്. നമ്മളെ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഒരു മാധ്യമ പ്രവർത്തകയായ ദീപ്തി വാജ്പേയി അവരവിടെ നിന്ന് കരയുന്ന ഞാൻ കണ്ടു. ശബരിമലയിൽ പോകാൻ പ്രൊട്ടക്ഷൻ ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. ഈ ശബരിമലയിൽ നടക്കുന്ന സകല തോന്നിയാസങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കത്തക്ക സ്വാധീനമുള്ളൊരു മാധ്യമമല്ലേ അവിടെ വന്നത്. വേറെ ഒരു തമിഴ്നാട്ടിലെ മാധ്യമം വന്നു, പോലീസ് പറഞ്ഞു ശബരിമലയിൽ കൊണ്ടുപോകാൻ പറ്റില്ല, സുരക്ഷ തരാൻ പറ്റില്ല. എന്തിനാ ഈ 2 സ്ത്രീകൾക്ക് കൊടുത്ത സുരക്ഷ എവർക്ക് കൊടുക്കണ്ടേ? 800 പേർ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തു, അവർക്ക് കൊടുക്കണ്ടേ? നമ്മുടെ കേരളത്തിൽ ആസൂത്രിതമായ കലാപം നടക്കുകയാണ്. നാട് അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണ്. നിയമം കയ്യിലെടുക്കുന്നു, നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നു, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു, ബോംബെറിയുന്നു. അപ്പോൾ ഇവിടെ പോലീസല്ലേ നിയമം, മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത്? നിയമം കയ്യിലെടുക്കുന്ന, നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന, അരാജകത്വം സൃഷ്ടിക്കുന്ന, ബോംബ് രാഷ്ട്രീയം കളിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ ഹാജരാക്കണം. ഇവിടെ ഒരു ഇൻ്റലിജൻസ് ഉണ്ട്. ആ ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് കൊടുത്തില്ലേ? ശബരിമല വിഷയത്തിൽ കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്, മുൻകരുതൽ എടുക്കണമെന്ന്, കരുതൽ നിയമം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന്. എന്തു ചെയ്തു? 14 ജില്ലയിൽ ഏതെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്തോ? കരുതൽ തടങ്കൽ നിയമത്തിൻ്റെ പേരിൽ DGP പരസ്യമായി പറഞ്ഞില്ലേ പോലീസിന് വീഴ്ച പറ്റിയെന്ന്? മുഖ്യമന്ത്രി പറയുന്നു വീഴ്ച പറ്റിയിട്ടില്ല. 14 ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരെ വിരട്ടി DGP. അപ്പോൾ പോലീസ് നോക്കുകുത്തികളാണ്, കാഴ്ചക്കാരാണ്. DGP പറഞ്ഞാൽ ഒരൊറ്റ SP അനുസരിക്കത്തില്ല. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞെങ്കിലേ പോലീസ് അനുസരിക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ RSSകാർ അരിഞ്ഞാടുമ്പോൾ, സംഹാരതാണ്ഡവം ആടുമ്പോൾ അവരെ കൈകാര്യം ചെയ്യണം. ജമ്മു കാശ്മീരിൽ പോലീസിനെ ആക്രമിച്ചാൽ, സ്റ്റേഷൻ ആക്രമിച്ചാൽ അവർ രാജ്യദ്രോഹികളാ, വെടിവെച്ച് കൊല്ലും. ഇവിടെ വെടിവെച്ച് കൊല്ലണ്ട. ബോംബെറിയുന്നവനെ,
പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നവനെ, നിയമം കയ്യിലെടുക്കുന്നവനെ, നിയമവാഴ്ച വെല്ലുവിളിക്കുന്നവനെ അവരെ കൈകാര്യം തന്നെ ചെയ്യണം. അതിനല്ലേ പോലീസ്. അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ എന്താ കാര്യം? മാർക്സിസ്റ്റ് പാർട്ടി ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ SDPI ഒരു ഭാഗത്ത്, അതുപോലെ മറ്റൊരു തീവ്ര സംഘടനയായ NDP ഒരു ഭാഗത്ത്. അപ്പോൾ ഇവർ 3 പേരും ഒരു ഭാഗത്ത്, അപ്പുറത്ത് RSS. അപ്പോൾ പരസ്പരം പോർവിളി, പരസ്പരം അങ്ങോട്ടും. പിന്നെ ഇവർക്കൊക്കെ ഒരു റോൾ മോഡൽ കോടിയേരി ബാലകൃഷ്ണനാ. അദ്ദേഹം പണ്ട് പറഞ്ഞു, വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി ഞങ്ങൾ ബോംബ് നിർമ്മിക്കും. എത്രയോ പോലീസ് ഓഫീസർ ഈ അടുത്ത കാലത്ത് തെരുവിലിട്ട് പട്ടിയെപ്പോലെ SFIക്കാർ തല്ലി. എത്രയോ പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി പ്രതികളെ മോചിപ്പിച്ചു. നമ്മൾ ആലോചിക്കണം. അപ്പോ ഇവിടെ RSSകാർക്ക് റോൾ മോഡൽ മാർക്സിസ്റ്റുകാരാ. 2 കൂട്ടരും ബോംബുണ്ടാക്കും, 2 പേരും പാർട്ടി ഓഫീസ് ആക്രമിക്കും, 2 പേരും നേതാക്കന്മാരുടെ വീടുകൾ ആക്രമിക്കും. തർക്കമുണ്ടോ? അതുകൊണ്ട് കേരളത്തിലെ പോലീസ് കുറെ കൂടി സക്രിയമായി പ്രവർത്തിക്കണം. ഞാൻ വരാം. അതായത് ഈ വിധമാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും കോൺഗ്രസും ഇപ്പോഴത്തെ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം ഇത്രമേൽ കലാപകലുഷിതമായി നിൽക്കുന്നതിൽ RSSും CPMും ഒരേപോലെയാണ് എന്ന് വാദിക്കുന്നത്. ശ്രീ ചന്ദ്രൻപിള്ള, അദ്ദേഹം പറഞ്ഞ വിമർശനങ്ങൾക്കുള്ള വിശദീകരണം മറുപടിയും താങ്കൾക്കുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വരുന്നതിന് മുമ്പ് ശ്രീ KJ ജേക്കബ്, മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകം, കേരളത്തെ, നാടിനെ അങ്ങനെ ഭയത്തിന്റെ നിഴലിൽ ജീവിക്കാൻ വിടില്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുണ്ട്. അത്രമേൽ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം ആ വിധം കടന്നു പോകുന്നത്. ശബരിമല സമാധാനപരമാണ്, പക്ഷേ കേരളമാകെ ഇന്നും വിവിധ ജില്ലകളിൽ അതേ സാഹചര്യം തുടർന്നു. കണ്ണൂരിൽ ഈ പൊതു സാഹചര്യം വിട്ട് കണ്ണൂരിൽ സംഭവിക്കാറുള്ള രാഷ്ട്രീയ സംഘടനകളുടെ സ്വഭാവത്തിലേക്ക് കണ്ണൂർ പ്രത്യേകമായി മാറുന്നു. വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണോ കേരളം കടന്നു പോകുന്നത്? ശ്രീ KJ ജേക്കബിന്റെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? ഇതൊരു പുതിയതായി പെട്ടെന്നുണ്ടായ ഒരു സംഭവം അല്ല ശരത്. അങ്ങനെ നമ്മളതിനെ കാണേണ്ടതില്ല. ഇത് പിന്നെ ശബരിമലയിൽ BJPക്കും RSSനും ഒരു സുവർണാവസരമാണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനുവേണ്ടി അവർ ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സുപ്രീം കോടതി വിധിക്ക് ശേഷം, വനിതാ മതിലിന് ശേഷം, അവിടെ സ്ത്രീകൾ ദർശനം നടത്തിയ റിപ്പോർട്ടിന് ശേഷം ഇവിടെ ഇങ്ങനെ തന്നെ അത് വരൂ എന്ന് കണക്കാക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് കവടി നിരത്തേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിലെ RSSനും BJPക്കും കളിക്കാവുന്ന ഏറ്റവും നല്ല കളിയാണ് അവർ കളിച്ചത്. പക്ഷേ ആ കളിയിൽ അവർക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് കൃത്യമായിട്ടും RSSും BJPയും തന്നെയാണ് കേരളത്തിൽ കലാപം നടത്താൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് എന്തുകൊണ്ട് ഇപ്പോൾ ശ്രീ ഉണ്ണിത്താന്റെ വാചകത്തിൽ RSSനെ കൃത്യമായിട്ട് പിൻപോയിന്റ് ചെയ്യുന്ന ഒരു വാചകം ഞാൻ ശ്രദ്ധിച്ചു. ഇന്നലെ വരെ ഒരു കോൺഗ്രസ് നേതാവും കൃത്യമായ ഒരു മുഴുവൻ സെന്റൻസ് RSSനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കേരളത്തിൽ RSS നടത്തിക്കൊണ്ടിരിക്കുന്ന RSSും BJPയും ശബരിമല കർമ്മസമിതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പ്രവർത്തനത്തെ, കലാപത്തെ ഒരു കോൺഗ്രസ് നേതാവും കൃത്യമായി നിഷേധിക്കുന്ന, അപലപിക്കുന്ന ഒരു ഫുൾ സെന്റൻസ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഈ ഇക്വേഷൻസ് ആണ് BJPയും CPMും സർക്കാരും BJPയും ചേർന്ന് നടത്തുന്ന ഇത്തരം സെന്റൻസുകളെ ഞാൻ കേട്ടിട്ടുള്ളൂ. അങ്ങനെ അത് വരിക എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇതേ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞത് സത്യത്തിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിരീക്ഷണക്കുറവ് എന്ന് ഞാൻ പറയും. കാരണം ഇതിൻ്റെ അകത്ത് ഇന്നലെ കേരളത്തിൽ നടന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ ഞാൻ ഉണ്ണിത്താൻ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. എനിക്ക് ശ്രീ ചന്ദ്രൻപിള്ള പറഞ്ഞത് മനസ്സിലാകുകയില്ല. ജനകീയ പ്രതിരോധം എന്ത് അസംബന്ധമാണ് ശ്രീ ചന്ദ്രൻപിള്ള? എനിക്കത് മനസ്സിലാകുന്നില്ല. ജനങ്ങൾ എന്തിനാണ് പ്രതിരോധിക്കുന്നത്? അതിനല്ലേ നമ്മൾ പോലീസുകാരെ കൂലി കൊടുത്ത് വെച്ചിരിക്കുന്നത്? രണ്ടാം നിലയിലുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള രാഷ്ട്രീയ ബോധം മനുഷ്യരുടെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകും. പക്ഷേ അക്രമം നടത്താൻ വേണ്ടി നിങ്ങൾ പറയുന്ന പോലെ തന്നെ ജനപ്രതിനിധികളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഒരു കൂട്ടം ക്രിമിനലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ പ്രതിരോധിക്കേണ്ടത് ഈ നാട്ടിലെ പോലീസ് തന്നെയാണ്. അക്കാര്യത്തിൽ സംശയം വേണ്ട. ജനങ്ങൾ എന്തിനാണ് അതിനുവേണ്ടി ഇറങ്ങുന്നത്? നിങ്ങളുടെ പാർട്ടിക്കാരെന്തിനാണ്? എനിക്കതാണ് മനസ്സിലാവാത്തത്. ഒരു കൂട്ടം ക്രിമിനലുകൾ നിങ്ങളുടെ നേതാവിനെ വീട് ആക്രമിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ മനുഷ്യർ, നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ എന്തിനാണ് ആ വേറെ മനുഷ്യരെതിന് വേണ്ടി ബലിയാടികളാകുന്നത്?
ശ്രീ ചന്ദ്രൻപിള്ളയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ നിങ്ങളെപ്പോലെ ആൾക്കാർ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെയും ഇന്നുമായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ സംയമനം പാലിക്കണമെന്ന്. എനിക്ക് തോന്നുന്നു ശ്രീ ചന്ദ്രൻപിള്ളയുടെ പ്രസ്താവന അതിൻ്റെ അപ്പുറത്തേക്ക് പോയതായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു ഭാഗം CPM-മാർക്കെങ്കിലും ഒരു തോന്നലുണ്ട്, ശാരീരികമായ പ്രതിരോധമാണ് RSS-നെ നേരിടാൻ ഏറ്റവും നല്ല കാര്യമെന്ന്. നിങ്ങൾ എന്ത് തരം രാഷ്ട്രീയമാണ് നാട്ടുകാരോട് പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാലമൊക്കെ കഴിഞ്ഞു. അതായത് കൊലപാതകം നടത്താം, ശാരീരികമായി പ്രതിരോധിക്കാം എന്നുള്ളതൊക്കെ നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോഴെങ്കിലും നിങ്ങൾ ആ വർത്തമാനം പറയരുത്. അധികാരത്തിലിരിക്കുമ്പോൾ നിയമത്തെ ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച് ക്രിമിനലുകളെ നേരിടാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതാണ് മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇന്നലെയും മിനിയാന്നും നടന്ന കാര്യങ്ങളിൽ അവർക്കുള്ള ഖേദമാണ് അവർ ഇന്ന് പ്രകടിപ്പിച്ചത്. ഇനി അങ്ങോട്ട് അതല്ല അവർ ഉദ്ദേശിക്കുന്നത്. നിയമത്തെയും പോലീസിനെയും ഉപയോഗിച്ച് തന്നെ ഈ ക്രിമിനൽ സംഘത്തെ നേരിടാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കതിനോട് പരിപൂർണ്ണ യോജിപ്പാണ്. അതല്ലാതെ ജനങ്ങളുടെ പ്രതിരോധം, അക്രമത്തിനെതിരെ ജനങ്ങളുടെ പ്രതിരോധം എന്നുള്ളത് അത് നടപ്പുള്ള കാര്യമല്ല. അത്തരം ഒരു രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് കേരളം വളരെയേറെ മുമ്പോട്ട് പോയിരിക്കുന്നു. അത്തരം എന്തെങ്കിലും ഒരു പദ്ധതി CPM-നുണ്ടെങ്കിൽ അത് CPM-ൽ തീർച്ചും ദുഃഖകരമായ ഒരു പരിണിതിയിലേക്ക് അത് എത്തിപ്പെടും. നിങ്ങൾ സത്യത്തിൽ ഈ RSS-ൻ്റെയും കേരളത്തിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ശക്തികളുടെയും അവരുടെ പ്ലാൻ നിങ്ങൾ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ നേട്ടമുണ്ടാക്കാനല്ല, അവർ വെച്ചിരിക്കുന്ന ട്രാപ്പിലേക്ക് നിങ്ങൾ നേരെ നടന്നു നീങ്ങാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ അത് നിങ്ങൾ ഖേദിക്കേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ നീക്കമായിരിക്കും എന്ന് മുന്നറിയിപ്പ് നൽകാൻ എനിക്ക് പ്രത്യേകിച്ച് മടിയില്ല. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ചന്ദ്രൻപിള്ള, താങ്കൾ നന്നായി വിമർശിക്കപ്പെടുന്നു, താങ്കളെ. അതുപോലെ തന്നെ പാർട്ടിയുടെ ഇത് മനസ്സിലാക്കുന്നതിൽ, മുൻകൂട്ടി മനസ്സിലാക്കുന്നതിൽ പാർട്ടിക്കും ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞ പോലെ പോലീസിനും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് പ്രത്യേക മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരുന്നത് തന്നെ പോലീസിന് വീഴ്ച പറ്റി എന്നുള്ളതുകൊണ്ടാണ്. ഉദാഹരിച്ചത് DGP-യാണ്. ആ നിലയിൽ വ്യക്തിപരമായി താങ്കളുടെ പരാമർശം അടക്കം വിമർശിക്കുന്നു. പാർട്ടിയും പോലീസും ഈ സ്ത്രീകൾ കയറിയതിനു ശേഷം കേരളമാകെ രൂപപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യത്തെ ഏതൊരാൾക്കും മനസ്സിലാകുന്ന വിധമുള്ള വളർച്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതല്ല പൊടുന്നനവെ പൊട്ടി വീണതൊന്നുമല്ല. അതിനെ ആ നിലയിൽ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടോ? ആ വിമർശനങ്ങൾക്കുള്ള മറുപടി ഞാൻ പറയാം. ഞാൻ ഉണ്ണിത്താൻ പറഞ്ഞതിനോട് പ്രതികരിക്കുന്നതിന് മുൻപ് ശ്രീ ജേക്കബ് നടത്തിയിട്ടുള്ള വളരെ സൃഷ്ടിപരമായ നിരീക്ഷണങ്ങളോട് ആദ്യ അഭിപ്രായം പറയാം. ഞാൻ അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുന്നു എന്ന നിലയ്ക്ക് പറഞ്ഞതായിട്ട് ധരിച്ചിട്ടാണ് അദ്ദേഹം ജേക്കബ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അതില്ലല്ലോ. എന്തിനാണ് വലിയ തോതിലൊരു മതിൽ സമത്വത്തിൻ്റെ പ്രശ്നത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചു? ജനങ്ങളെ അണിനിരത്താനാണ്. അതിൽ ഞങ്ങൾക്ക് ഭരണാധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ് നയിക്കുന്ന പാർട്ടിയാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് ജനപിന്തുണയാണ്. പോലീസ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അക്രമികളെ കൈകാര്യം ചെയ്യേണ്ടത്. അതല്ലാതെ തെരുവിലിറങ്ങി ചേരുതിരിഞ്ഞ് പരസ്പരം അക്രമം നടത്തിയത് എവിടെയെങ്കിലും എത്തിക്കാൻ കഴിയുന്ന ഒരു തെറ്റിദ്ധാരണയും ഒരു കാലത്തും CPM-നെ നയിച്ചിട്ടില്ല. നമ്മൾ കാണേണ്ട വസ്തുതകൾ കാണാതെ പോകരുത്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ധ്രുവീകരണത്തിനകത്ത് ബോധപൂർവം ഒരു രാഷ്ട്രീയ അജണ്ടയുമായി ദേശീയ രാഷ്ട്രീയത്തിൽ, ഞാൻ പ്രത്യേകം പറയാം, നമ്മുടെ പ്രധാനമന്ത്രി സുപ്രീം കോടതി വിധിയെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത് ന്യൂനപക്ഷത്തിന് വേണ്ടി വന്ന ഇന്ദു മൽഹോത്രയുടെ വിധിയോടാണ് എനിക്ക് യോജിപ്പെന്നും അതാണ് പ്രത്യേകം പഠിക്കുന്നതെന്നും പറഞ്ഞു. സുപ്രീം കോടതിയുടെ വിധി തന്നെ പൂർണ്ണമായും അംഗീകരിക്കാൻ മനസ്സില്ലാത്തൊരു പ്രധാനമന്ത്രി അതിൽ തന്നെ ന്യൂനപക്ഷത്തിൻ്റെ വിധിയെ വളരെ വലിയ കാര്യമായി എടുത്ത് പ്രകീർത്തിക്കുക കൂടി ചെയ്യുമ്പോൾ ലക്ഷ്യം വ്യക്തമാണ്. നേരത്തെ ജേക്കബ് പറഞ്ഞതുപോലെ ഒരു സുവർണാവസരമായി കണ്ടുകൊണ്ട് നീങ്ങുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ RSS-ന്റെ അജണ്ട നടപ്പാക്കുന്ന BJP ഗവൺമെന്റിന് തിരിച്ചടിയുടെ കാലമാണ്. പഴയ കുതിപ്പൊന്നും മോദിക്കൊപ്പം ഇല്ല, അത് കിതപ്പിലേക്ക് മാറുന്ന കാലമാണ്. അതല്ല ഇവിടെ ഉന്നയിച്ച തർക്ക വിഷയം, വിമർശനം അവിടെയല്ല ശ്രീ ചന്ദ്രൻപിള്ള. ഒരു ശ്രമം നടത്തുകയാണ്. ഞാൻ അതിനൊരു കൃത്യം ഞാൻ മറുപടി പറയുകയാണ്. ഞാൻ പറയുന്നത് അക്രമത്തോടുകൂടി ഇന്ന് വന്ന വരവിനെ എതിരാൻ CPM ആഗ്രഹിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ ജേക്കബിനുണ്ടെങ്കിൽ ഇല്ല. അതൊരിക്കലും തെറ്റിദ്ധാരണയല്ലോ. അതെങ്ങനെയാണ് ഒരു തെറ്റിദ്ധാരണയാവുന്നത്? ചെയ്യുമ്പോൾ ജനങ്ങളുടെ ചിലയിടങ്ങളിലെങ്കിലും കണ്ടല്ലോ, ജനങ്ങളുടെ പിന്തുണ വേണം. ഇപ്പോ ജനങ്ങളുടെ പിന്തുണയാണ് പ്രധാനപ്പെട്ട. ഷംസീറിന്റെയും ശശിയുടെയും മറ്റും വീടുകൾ ആക്രമിച്ചുവെങ്കിൽ വി മുരളീധരൻ MPയുടെയും വീട് ആക്രമിക്കുക എന്ന നിലയിലേക്ക് ആണോ ഈ വിഷയത്തെ കാണേണ്ടത്? താങ്കൾ തന്നെ പറഞ്ഞു ജനം പ്രതിരോധിക്കുമെന്ന് പറഞ്ഞാൽ അടിക്ക് തിരിച്ചടി എന്നാണ് അതിന്റെ പച്ച മലയാളം. ആ നിലയിൽ അതിനെ പ്രകോപനപരമായി താങ്കൾ കൊണ്ടുപോയാൽ താങ്കളെ പോലെയുള്ളവർ അങ്ങനെ പറയരുതെന്നോർത്താണ് കോടിയേരി പറഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേൾക്കൂ, ഒന്ന് പൂർത്തിയാക്കട്ടെ.
ശരി, ഞാനതെല്ലാം കേട്ടു. അക്രമത്തിന്റെ ഭാഷയിൽ തന്നെ ഇതിന് മറുപടി പറയണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നു. പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെന്റ് പോലീസിനെ തന്നെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം പ്രാഥമികവുമാണ്, സംശയമില്ല. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോൾ ജനങ്ങളെ അവരെ അണിനിരത്തുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം അവരുടെ ബോധവും അവരുടെ ധാരണകളും പ്രധാനമല്ലേ. ഉണ്ണിത്താൻ എന്താ പറഞ്ഞത്? ഉണ്ണിത്താന്റെ ഒരു നിരീക്ഷണത്തോടെ യോജിക്കുന്നു. ഉണ്ണിത്താൻ പറഞ്ഞു RSSന്റെ ആക്രമണ രീതിയെ കൊണ്ട് കാശ്മീരുമായിട്ട് ഉദ്ധരിച്ച് പറഞ്ഞു വെടിവെക്കേണ്ടെന്നും പറഞ്ഞു. അത്രയും ശക്തിയായിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു നല്ല കാര്യമാണെന്ന് ജേക്കബ് പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നു. പ്രശ്നം എന്താ? ആർക്ക് വേണ്ടിയാണ് ഉണ്ണിത്താൻ ബാറ്റ് ചെയ്യുന്നത്? ഓരോ ദിവസവും ഒരു പുതിയ ദിവസമാണ്. ഇന്നലത്തെ കാര്യങ്ങൾ ഇന്നലത്തെ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് പ്രയോജനപ്പെടുത്താനേ പറ്റൂ. ഇന്നത്തെ പുതിയ സാഹചര്യം എന്താ? ഈ കേരള സംസ്ഥാനത്ത് ഗവൺമെന്റിന്റെ മെഷീനറിയെ, പോലീസിനെ അടക്കം 7 തരത്തിലും നിർവീര്യമാക്കാൻ ശ്രമിക്കുകയാണ് RSS. അതൊരു പുതിയ പരിസ്ഥിതിയാണ്. അതെങ്ങനെ? ആ പരിസ്ഥിതിയെ നേരിടാൻ പോലീസ് തന്നെ ശ്രമിക്കുകയും ചെയ്യാണ്. അതെങ്ങനെയാണത്? അതുകൊണ്ടാണ് പറഞ്ഞത് പോലീസിനെ നിർവീര്യമാക്കാൻ RSS ശ്രമിച്ചാൽ പോലീസ് അതിൽ പെട്ടുപോകുന്നുണ്ടോ? അത് പോലീസിന്റെ വീഴ്ചയാണോ? പോലീസിന് വീഴ്ച, അത് ഓരോ കേസും പ്രത്യേകം നോക്കിയേ പറയാനാവൂ. പരക്കെ പോലീസിന് വീഴ്ചയെന്ന് പറയാനാവില്ല. നമ്മുടെ പോലീസ് നല്ല ക്രെഡൻഷ്യൽസ് ഉള്ള പോലീസാണ്, പ്രാപ്തിയുള്ള പോലീസ്. എന്റെ പോയിന്റ് ഇതാണ്, CPMനെയും RSSനെയും ഒരേ തട്ടിൽ വെച്ച് വിമർശിക്കുന്ന പഴയ പാട്ട് വീണ്ടും പാടുന്ന ഉണ്ണിത്താൻ യഥാർത്ഥത്തിൽ ഇന്നത്തെ സ്ഥിതിഗതികളോട് നീതി പുലർത്തുന്നില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതിനൊരു വിശദീകരണം ഇനിയും വേണം. കാരണം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഏതെങ്കിലും തരത്തിലുള്ള വ്യാഖ്യാനങ്ങളെ ഒന്നും ഭയക്കാതെ പറയുന്നു, CPM പ്രവർത്തകർ ഈ രൂപത്തിൽ പ്രകോപനങ്ങൾക്ക് വഴിപ്പെടരുത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പറഞ്ഞതുപോലെ RSSും CPMുമാണ് ഒരുപോലെ എന്ന് തുലനം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. കോടിയേരി പറഞ്ഞ പശ്ചാത്തലത്തിൽ CPM തുടർന്നങ്ങോട്ട് എങ്ങനെ ഇടപെടുന്നു എന്നെങ്കിലും മനസ്സിലാക്കാൻ കോൺഗ്രസ് ശ്രമിക്കേണ്ടതല്ലേ? താങ്കൾ പറഞ്ഞ ആർജവമുള്ള ഭാഷ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പോലും വരുന്നില്ല. കശ്മീരിൽ കല്ലെറിഞ്ഞാൽ തീവ്രവാദികളും കേരളത്തിൽ കല്ലെറിഞ്ഞാൽ ദേശീയവാദികളുമാകുന്ന നിലയിലേക്കുള്ള ഒരു തരം രീതിയുണ്ടല്ലോ. അതിനെയൊക്കെയാണ് തുറന്ന് ഉണ്ണിത്താൻ ഇപ്പോൾ ഒരു നിലപാട് വളരെ പരസ്യമായി സ്വീകരിച്ചത്. പക്ഷേ CPM ഇപ്പോൾ പറയുന്ന വാചകത്തെ മുഖവിലക്കെടുക്കാൻ പോലും എന്തേ കോൺഗ്രസ് തയ്യാറാകാത്തത്? ശ്രീ ശരത്തെ, ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകനായ ശ്രീ ജേക്കബും ചന്ദ്രൻപിള്ളയുടെ ശ്രദ്ധയ്ക്കൊരു കാര്യം പറയാം. ഈ ശബരിമല കർമ്മസമിതിയുടെ നേതാവെന്നറിയപ്പെടുന്ന ശശികല, അവർ വിഷം ചീറ്റുന്ന പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല, അവരുടെ ഒരു പ്രസംഗം കേട്ടാൽ വാതരോഗം പിടിച്ച് ചാകാൻ കിടക്കുന്ന ഒരു ഹിന്ദു ചാടി എഴുന്നേറ്റ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന അത്ര വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗമാണ്. ഞാൻ അവരെ നിരന്തരമായി ആക്രമിച്ചതാ. ഇപ്പം ചേർത്തല കോടതിയിൽ കേസ് നടക്കുക. എത്ര നാളായി കേസ് നടക്കുക? അടുത്ത ഫെബ്രുവരി മാസം 14-ാം തീയതി വീണ്ടും ഞാൻ പോവുക. ഞാൻ എന്നും ഒരു മതേതരവാദിയാണ്. ഞാൻ അതിശക്തമായ RSSനെ എതിർത്തുണ്ട്. ചന്ദ്രൻപിള്ള ഈ ലോകത്തല്ലേ ജീവിക്കുന്നതെന്ന് എനിക്ക് സംശയം തോന്നുന്നു. ഇവിടെ ഞാൻ 1-2 കാര്യം സൂചിപ്പിക്കാം. അതിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങളുടെ ദേവസ്വം മന്ത്രി പരസ്യമായി പറഞ്ഞു, കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ അമ്പലപ്പറമ്പുകളിൽ ആയുധ പരിശീലനം RSS നടത്തുന്നു, ഞങ്ങളത് നിരോധിക്കും, ഞങ്ങളത് ഇല്ലായ്മ ചെയ്യും. 3 കൊല്ലം പൂർത്തിയാകാൻ പോകുന്നു നിങ്ങൾ കേരളം ഭരിക്കാൻ ആരംഭിച്ചിട്ട്. എത്ര ശാഖകൾ നടത്തുന്ന അമ്പലപ്പറമ്പിലെ ആയുധ പരിശീലനം നിങ്ങൾ നിരോധിച്ചു, നിങ്ങൾ ഇല്ലായ്മ ചെയ്തു. മാത്രമല്ല, നിങ്ങൾക്കറിയാമല്ലോ, RSSന്റെ അല്ലെങ്കിൽ BJPയുടെ ഓഫീസ് നിങ്ങൾ ആക്രമിച്ചു. അന്ന് രാത്രിയിൽ കോടിയേരി ബാലകൃഷ്ണൻ, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ താമസിക്കുന്ന വീട് അടിച്ചു തകർത്തു. നിങ്ങൾ എന്ത് ചെയ്തു? അവർക്കെതിരെ എന്ത് ചെയ്തു? അതിനൊക്കെ ഉപരി ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്തെ മേയർ പ്രശാന്തിനെ ഓഫീസിനകത്ത് കയറി BJPയുടെ കൗൺസിലർമാർ ആക്രമിച്ചു. മുഖ്യമന്ത്രി അവിടെ പോയി വധശ്രമമെന്ന് പറഞ്ഞു. ഇതുവരെ ഒരാൾക്കെതിരെ കേസെടുത്തിട്ടില്ല. സന്ദീപാനന്ദ സ്വാമി ഈ ശബരിമല വിഷയത്തിൻ്റെ പേരിൽ അയാളുടെ കാറ് കത്തിച്ചു, അയാളുടെ ആശ്രമം ആക്രമിച്ചു. മുഖ്യമന്ത്രി അവിടെ പോയി വധശ്രമമെന്ന് പറഞ്ഞു. ഇതുവരെ ഒറ്റ പ്രതിയെ പിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് RSSനെ പേടിയാ, ഭയമാണ്. അധര വ്യായാമത്തിലൂടെ അല്ല അവരെ നിയന്ത്രിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്. അധികാരത്തിൻ്റെ ദണ്ട് ഉപയോഗിച്ച് അമർച്ച ചെയ്യണം. ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? നിങ്ങൾ മുഖ്യമന്ത്രി കൂടെ വാഗൊണ്ട് പറയും, അധര വ്യായാമം നടത്തും. ഇന്ന് വരെ ഒരു ആക്ഷൻ ഈ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് RSSനായി ഉണ്ടായിരുന്ന വലിയ ചോദ്യങ്ങളാണത്. പാലക്കാട്ട് ഫ്ലാഗ് കോഡ് ലംഘിച്ച് സർസംഘചാലക് മോഹൻ ഭഗവത്ത് അവിടെ വന്ന് പതാക ഉയർത്തി. കളക്ടറെ നിങ്ങൾ മാറ്റി, ഇന്റലിജൻസ് മേധാവിയെ മാറ്റി. എന്ത് ചെയ്തു നിങ്ങൾ RSSനെതിരെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളം മൊത്തം അഴിഞ്ഞാടുന്നു.
നിങ്ങൾ അവരെ അധികാരത്തിന്റെ ദണ്ട് ഉപയോഗിച്ച് അമർച്ച ചെയ്യണം. അവരല്ല ഭക്തന്മാർ. ഭക്തന്മാരുണ്ട്. 1,75,00,000 സ്ത്രീകളുണ്ട് കേരളത്തിൽ. ആ സ്ത്രീകളിൽ ആരും ഇന്ന് വരെ ശബരിമലയിൽ പോയിട്ടില്ല. അവരാ ഭക്തന്മാർ. ശരി ശരി ശ്രീ ചന്ദ്രപിള്ള, മറുപടി വേണം. BJP അല്ല. വലിയ വിമർശനവും വലിയ കുറ്റപ്പെടുത്തലുമാണ്, ആരോപണമാണ് ഉണ്ണിത്താൻ അക്കമിട്ട് നിരത്തുന്നത് സർക്കാരിനെതിരെ. അതിന്റെ തുടർച്ചയിലെ പോലീസ് വീഴ്ചയാണ് ഇപ്പോഴത്തെ ഈ കലാപസമാനമായ സാഹചര്യത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്. ഇതാണ് ഉണ്ണിത്താന്റെ കേസ്. ഞാൻ പറയാം ഉണ്ണിത്താൻ നല്ലതുപോലെ ഒരുപാട് സംഭവങ്ങളിലൂടെ പറഞ്ഞു. അതെല്ലാം RSSന്റെ ആക്രമണങ്ങളുടെ പരമ്പരകളുടെ ചിത്രീകരണമാണ്. അത് കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാനത്തെ പോലീസും മുഖ്യമന്ത്രിയുമെല്ലാം വീഴ്ച വരുത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ കേസ്. ഇത് ശരിയേ അല്ല. കാരണം അദ്ദേഹം ഒരു വശത്ത് പറയുന്നത് ക്ഷമിക്കണം ശ്രീ ചന്ദ്രപിള്ള, ചില സാങ്കേതിക തടസ്സങ്ങളാണ്. താങ്കളിലേക്ക് വേഗം മടങ്ങി വരാം. ഉടൻ ആ പ്രശ്നം പരിഹരിക്കും എന്നാണ് കിട്ടുന്ന വിവരം. ശ്രീ KJ ജേക്കബ്, ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ പെരുമാറേണ്ട വിധം ഒരു പോലീസ് ഉണ്ടാവുന്നുണ്ടോ? ഇപ്പോൾ ഏതാണ്ട് 3200ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജാമ്യമില്ലാ കേസുകളുണ്ട്, വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. നേരത്തെ ഉണ്ണിത്താൻ ചോദിച്ചത് കരുതൽ തടങ്കൽ എവിടെ? ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ കരുതൽ തടങ്കലുകൾ ഉണ്ടായിരുന്നു, നിലയ്ക്കൽ അറസ്റ്റ് ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലേക്ക് കേരളം പോകുമെന്ന് ഒരു ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ട് എന്ന് ഉണ്ണിത്താൻ പറഞ്ഞ സാഹചര്യം, ഈ പ്രശ്നങ്ങൾ രൂപപ്പെട്ടതിന് ശേഷം അതിനെ നേരിടുക എന്ന നിലയിലേക്ക് സർക്കാർ അല്ലെങ്കിൽ പോലീസ് പോയതല്ലാതെ ഇതിനെ കരുതി കൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതായി കരുതാമോ ഇപ്പോൾ നടക്കുന്ന കാര്യം? ഇപ്പോൾ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ഹർത്താൽ സമയത്ത് പട്ടാപ്പകലാണ് RSSന്റെ ജില്ലാ കാര്യവാഹക് എത്ര ബോംബാണ് എറിയുന്നത്. ദൃശ്യങ്ങൾ ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ഈ രീതിയെ തടയാനുള്ള ഒരു ഫലപ്രദമായൊരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? ഉണ്ണിത്താൻ എന്ന കോൺഗ്രസ് നേതാവിനോട് 100% യോജിപ്പാണ് എനിക്ക് ഈ കാര്യത്തിൽ. അദ്ദേഹത്തെ പോലെ കൂടുതൽ കോൺഗ്രസ്സുകാർ ഇങ്ങനെ സംസാരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യവും ശരിയാണ്. ഇത് പേടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഉണ്ണിത്താൻ പറഞ്ഞ വേറൊരു കാര്യം കൂടി ശരിയാണ്. ഭക്തന്മാരല്ല ഇവര്. അതെ, ഭക്തന്മാർ അദ്ദേഹം പറഞ്ഞ പോലെ വളരെ എനിക്കറിയാവുന്ന നേരിട്ടറിയാവുന്ന ഭക്തന്മാരുണ്ട്. അവർക്ക് വളരെ ശബരിമലയിലെ കാര്യത്തിൽ വളരെ വേദനയുണ്ട്. പക്ഷേ അവർ കല്ലെറിയാൻ വേണ്ടി പോകാറില്ല. അവർ പരമാവധി ചെയ്യുന്ന പിണറായി വിജയനെക്കുറിച്ച് ശാപവചനങ്ങൾ ഇടുക എന്നുള്ളതാണ്. അവർ കല്ലെറിയാനും ബസ് കത്തിക്കാനും ബോംബെറിയാനും അവർ പോകാറില്ല. ഈ പോകുന്ന അക്രമകാരികളായ മനുഷ്യരാണ്. അവരെ ഉരുക്കുമുഷ്ടി കൊണ്ട് തന്നെ നേരിടണം, നടന്നു കഴിഞ്ഞിട്ടല്ല നേരിടേണ്ടത്. അതിന് നല്ലൊരു ഉദാഹരണം കർണാടകത്തിലെ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് RSSന്റെ ഡിവൈസീവായിട്ടുള്ള കാര്യങ്ങളെ നേരിടുക എന്നുള്ളത്. ടിപ്പു ജയന്തി നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. RSS വലിയ തോതിൽ എതിർത്തു. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. തൂക്കിയെടുത്ത് അകത്തിട്ടു. അദ്ദേഹം ആഘോഷിച്ചു. അങ്ങേയറ്റത്തെ വർഗീയത BJP ചെലവാക്കിയിട്ടും കർണാടകത്തിൽ BJPക്ക് ജയിക്കാൻ പറ്റിയില്ല. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ലിംഗായത്ത് സമുദായങ്ങളെ മുഴുവൻ ക്രിസ്ത്യാനികളാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന സോണിയാഗാന്ധിയും കോൺഗ്രസും കൂടി നടത്തുന്നു എന്ന് വലിയ പ്രചരണം നടത്തി. ഒരു സാധാരണ പള്ളി എടുത്ത് അതിനെ ഫോട്ടോഷോപ്പ് ചെയ്ത് ലിംഗായത്ത് കാത്തലിക് ചർച്ച് എന്ന് പറഞ്ഞ് നാട് നീളെ അവർ ഫോട്ടോഷോപ്പിൽ കൂടെ നടത്തി. എന്നിട്ട് ജയിക്കാൻ പറ്റിയില്ല. അതായത് മനുഷ്യർക്ക് ഇത്തരം കളികൾ മനസ്സിലാകും എന്നുള്ള കാര്യം ഇടതുമുന്നണി നല്ലതുപോലെ മനസ്സിലാക്കണം. നാടിനെ വിഭജിക്കാൻ വേണ്ടി മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ അങ്ങേയറ്റത്തെ വഷളായ രീതിയിൽ വിഭജിക്കാൻ ശ്രമിക്കുന്നവരെ കർണാടകത്തിലെ ജനങ്ങൾക്ക് നേരിടാൻ പറ്റുമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അത് 10 പ്രാവശ്യം പറ്റും. ആ കാര്യം ഇടതുമുന്നണി നല്ല ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇത്തരം കലാപകാരികളെ എടുത്ത് അകത്തിടാനുള്ള ഉറച്ച നിലപാട് സർക്കാർ സ്വീകരിക്കണം. അതല്ലാതെ കേസുകളുണ്ട്, നല്ലതാണ്, അതിനൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. നിയമത്തിൻ്റെ വഴി ഉപയോഗിക്കുന്നത് ശരിയാണ്. പക്ഷേ ഇത് മാത്രമല്ല വഴി, പ്രതിരോധം മാത്രമല്ല വഴി. സർക്കാർ പോലീസിലെ നിയമത്തെ ഉപയോഗിച്ച് പ്രതിരോധം മാത്രമല്ല വഴി. നാട്ടുകാരെ മുഴുവൻ കേരളം ഒരു കലാപഭൂമിയാണെന്ന് നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആർക്കാണ് അതിൻ്റെ ക്ഷീണം? അത് തടയാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഗുജറാത്തിലെ കലാപം ആകെ 3-4 ദിവസം നീണ്ടു നിന്നുള്ളൂ. ഇപ്പോഴും ഗുജറാത്ത് അതിൻ്റെ പേരിൽ അനുഭവിക്കുന്നില്ലേ? കേരളം അങ്ങനെ കലാഭൂമിയാക്കാൻ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അത് 2 ദിവസം നമ്മൾ കഴിഞ്ഞു. അതുകൊണ്ട് പ്രതിരോധമല്ല, ഇവരെ ആക്രമിക്കാതെ നിവൃത്തിയില്ല.
ഈ നിയമത്തിൻ്റെ എല്ലാ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഉപകരണങ്ങളും എടുത്തുകൊണ്ട് തന്നെ ഈ കലാപകാരികളെ അക്രമികളെ നേരിടേണ്ടതുണ്ട്. അത് മുൻകൂറായിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. ജനങ്ങളുടെ പ്രതിരോധമൊക്കെ പിന്നെ, ആ രാഷ്ട്രീയമൊക്കെ പിന്നെ, സർക്കാരിന്റെ നിലപാടിന് കൊടുത്ത വലിയ പിന്തുണയായിരുന്നു വനിതാ മതിൽ എന്നുള്ള കാര്യം സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നാടിനെ കലാപഭൂമിയാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ സ്ത്രീകൾ വഴിയിലിറങ്ങിയതെന്ന് പറഞ്ഞത്. അത് സർക്കാരിൻ്റെ എല്ലാ നിലപാടോടുള്ള യോജിപ്പ് കൊണ്ടല്ല, അല്ലെങ്കിൽ CPM-നോടോ LDF-നോടോ ഉള്ള പരിപൂർണമായ യോജിപ്പ് കൊണ്ടല്ല. ഈ നാട് ഇങ്ങനെ തന്നെ നിലനിൽക്കേണ്ടതുണ്ട് എന്നുള്ള വലിയ മെസ്സേജാണ് കൊടുത്തത്. ആ മെസ്സേജിൽ നിന്ന് പഠിക്കാനും അതുപയോഗിച്ചുകൊണ്ട് കലാപം നടത്തുന്നവരെ നിലയ്ക്ക് നിർത്താനും സർക്കാർ തയ്യാറാവണം. തീർച്ചയായും നിശിതമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കേരളം ഭരിക്കുന്ന മുന്നണി പാർട്ടി എന്ന നിലയിലൊക്കെ CPM-ഉം അതിൽ ഒരുപാട് ഉത്തരം പറയേണ്ട സാഹചര്യം ഉയരുന്നുണ്ട്. ഈ നിലയിൽ അക്രമകാരികൾ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യം അത് അനുവദിക്കാനാവില്ല. അതിനെ അമർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അതിൽ ചിലയിടങ്ങളിൽ വളരെ പ്രകടമായ പോലീസിൻ്റെ നിസ്സഹായത വളരെ പ്രകടവുമാണ് താനും. അതിന്മേൽ ഉയരുന്ന വിമർശനങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇതെല്ലാം ചേരുന്ന നിശിത വിമർശനങ്ങൾക്കുള്ള മറുപടി ശ്രീ ചന്ദ്രൻപിള്ളയിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. ചില സാങ്കേതിക തടസ്സങ്ങളാണ്, അത് പരിഹരിച്ചു വരുന്നതേ ഉള്ളൂ. ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക്, പ്രൈം ഡിബേറ്റിലേക്ക് മടങ്ങി വരാം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ശ്രീ ചന്ദ്രൻപിള്ള ഇപ്പോൾ ടെലിഫോൺ ലൈനിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ അവിടെ നിന്നുള്ള സ്റ്റുഡിയോയിൽ നിന്നുള്ള ചില സാങ്കേതിക തടസ്സങ്ങൾ തത്സമയ സംപ്രേഷണത്തിൽ കാണുന്നു. പക്ഷേ ശ്രീ ചന്ദ്രൻപിള്ള, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നതുകൊണ്ടാണ് ഫോണിലായാൽ പോലും താങ്കളുടെ പ്രതികരണം, CPM-ൻ്റെ പ്രതികരണം അനിവാര്യമാകുന്നത്. നേരത്തെ ശ്രീ ജേക്കബ് പറഞ്ഞ പോലെ ഇത് അമർച്ച ചെയ്യുകയാണ് വേണ്ടത്. കേരളം കേരളമായി തുടരണമെങ്കിൽ അതിലൊരു അമാന്തം വരുന്നുണ്ട് എന്ന അക്കമിട്ട് നിരത്തുന്ന വിമർശനങ്ങളെ കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഉദാഹരണമായി കർണാടകയാണ് സമർത്ഥിച്ചത്. കർണാടകയിലെ ഓരോ സാഹചര്യങ്ങളും ഞാൻ അതൊന്നും ആവർത്തിക്കുന്നില്ല. നേരത്തെ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് വർഗീയമായ ചേരിതിരിവിലേക്ക് കൂടി പോകുന്നു എന്ന ഒരു രാഷ്ട്രീയം ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞിരുന്നു. ഒരു ഭാഗത്ത് RSS, മറുഭാഗത്ത് CPM, SDPI എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു തരംതിരിവ് ശ്രീ ചന്ദ്രൻപിള്ളയ്ക്ക് മനസ്സിലാവുമല്ലോ. മനസ്സിലായി, ഞാൻ പറയാം. ജേക്കബ് ഒടുവിൽ ഉന്നയിച്ച കർണാടകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിമർശനങ്ങൾ, അതൊക്കെ പ്രയോജനകരമായ വിമർശനങ്ങളാണ്, എനിക്ക് സംശയമൊന്നുമില്ല. പോലീസിൻ്റെ നടപടി കുറെ കൂടി ശക്തമാകണമെന്ന് ജനങ്ങളിൽ നിന്ന്, പൊതുജനങ്ങളിൽ നിന്ന്, പത്രത്തിൻ്റെ ഭാഗത്തൊക്കെ വരുന്ന അഭിപ്രായം ഇപ്പോൾ വളരെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ബാധ്യപ്പെട്ടൊരു ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനെ ഈ നിർണായക ഘട്ടത്തിൽ ശക്തിപ്പെടുത്തുന്നതിന് തയ്യാറാകേണ്ടതിന് പകരം നമ്മുടെ ഉണ്ണിത്താൻ ചെയ്യുന്ന ജോലി എന്താണ്? ഞാൻ പറയാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ MP-മാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓർഡിനൻസ് ഇറക്കണമെന്ന് പറയാൻ പോയ നടപടി ഈ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താനും സുപ്രീം കോടതി വിധി ചോദ്യം ചെയ്യുന്നവരെ ശക്തിപ്പെടുത്താനും വേണ്ടിയാണെങ്കിൽ അത് RSS സഹായകമാണ്. അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നീട് സോണിയാഗാന്ധി ആ പ്രതിഷേധങ്ങൾക്ക് നിരുത്സാഹപ്പെടുത്തിയത് പറയുന്നു. ഞാൻ പറയുന്നത്, ഈ നിർണായക ഘട്ടത്തിൽ നിയമം ലംഘിക്കുകയും അരാജകത്വവും അക്രമവും നടപ്പാക്കുകയും ചെയ്യുന്നവരെ പിടിച്ചു കെട്ടുകയും അമർത്തുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന് സഹായകമായ ഒരു സമീപനം നമ്മളെല്ലാം സ്വീകരിക്കണം. കോൺഗ്രസ് പാർട്ടിയുടെ പ്രസക്തി എന്താണിപ്പോൾ? രണ്ടിൻ്റെയും ഇടയിൽ നിന്നിട്ട് റഫറി കളിക്കലാണോ? കോൺഗ്രസ് അഭിപ്രായം പറയണം. നാടെമ്പാടും കലാപമുണ്ടാക്കി പുറപ്പെടുന്ന ഉണ്ണിത്താൻ പറഞ്ഞ വാക്കുകളൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന പണി എന്താണ്? ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തലാണ്, ഗവൺമെന്റ് നടപടികളെ ദുർബലപ്പെടുത്തലാണ്, അത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കലാണ്. അത് പാടില്ല. നിർണായകമായ ഈ ഘട്ടത്തിൽ കേരള ഗവൺമെന്റ് ഈ അക്രമത്തെ അമർച്ച ചെയ്യുന്നതിന് ശക്തമായ നടപടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരണം. ഇവിടെ സുപ്രീം കോടതി വിധിയെ ഉയർത്തിപ്പിടിക്കുന്നതിന് ബാധ്യത നിർവഹിക്കുന്ന ഗവൺമെന്റിനെ ഈ രൂപത്തിൽ ആക്രമിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ പാടില്ല. ശരി, മറ്റെല്ലാം ഞാൻ സമ്മതിക്കുന്നു. ജനങ്ങളുടെ ഈ കേരളത്തിന്റെ പ്രബുദ്ധത വെച്ച് ഇത് നടക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്. നമുക്ക് ആർക്കും പ്രോത്സാഹിപ്പിക്കാനാവില്ല. ഇത് ഒരു തരത്തിൽ മുൻപോട്ട് പോകാൻ വരാൻ പാടില്ല. ശ്രീ ഉണ്ണിത്താൻ, ഇവിടെ ശ്രീ ചന്ദ്രൻപിള്ള പറഞ്ഞതിൽ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ നിശ്ചിതമായ ഭാഷയിലാണ് RSS നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ അക്രമങ്ങളെ അടിച്ചമർത്തണം എന്ന നിലപാട് താങ്കൾ സ്വീകരിക്കുന്നത്. പക്ഷേ അത് കേരളത്തിൻ്റെ ഒരു പൊതു സാമൂഹിക അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി പറയുന്ന നല്ല വാക്കുകളാകുമ്പോൾ സ്വാഭാവികമായും എന്താണ് കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത്? ഈ ഘട്ടത്തിൽ സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി സർക്കാരിനൊപ്പം നിൽക്കുക എന്നല്ലേ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി കോൺഗ്രസ് ചെയ്യേണ്ടത്? പക്ഷേ പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നത് RSS-ഉം CPM-ഉം BJP-യും CPM-ഉം എന്ന നിലയിലേക്കുള്ള പതിവ് താരതമ്യത്തിൽ തന്നെ നിന്ന് കളിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചന്ദ്രൻപിള്ള ഒരു പാർലമെന്റ് അംഗമായിരുന്ന ആളാണ്.
പാർലമെൻറ്റിൻ്റെ നടപടിച്ചട്ടങ്ങളെക്കുറിച്ച് ജീവിതത്തിൽ ഇതുവരെ ഒരു പാർലമെൻറ്റേറിയൻ ആകാൻ കഴിയാത്ത എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ചന്ദ്രൻപിള്ള. എൻ്റെ ബഹുമാനപ്പെട്ട ചന്ദ്രൻപിള്ളയെ, ഇപ്പോൾ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്? ഓർഡിനൻസ് ഇപ്പോൾ പാർലമെൻറ്റ് നടക്കുമ്പോൾ നിയമനിർമ്മാണമാണ് നടത്തേണ്ടത്, അല്ലാതെ ഓർഡിനൻസ് അല്ല. പാർലമെൻറ്റ് കൂടാത്ത സമയത്താണ് ഓർഡിനൻസ് പുറപ്പെടുന്നത്. ഓർഡിനൻസ് പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ ഇത്ര മാസത്തിനകം അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം, നിയമമാക്കണം. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ 2 സഭകളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊരു ഓർഡിനൻസ് പാസ്സാക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് വിവരക്കേടല്ലേ? നിയമം അറിയാവുന്നവരും പാർലമെൻ്ററി ജനാധിപത്യത്തെക്കുറിച്ച് വിവരമുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ ഒരു നീക്കം കോൺഗ്രസ് നടത്തിയിട്ടില്ല. കോൺഗ്രസ് പറയുന്നു കേന്ദ്ര നിയമം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേക അതൊരു സാങ്കേതിക വാദമാണ്. ഒരുപക്ഷെ ചന്ദ്രൻപിള്ളയ്ക്ക് അങ്ങനെ തെറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കട്ടെ. പക്ഷേ NK പ്രേമേന്ദ്രൻ എഴുന്നേറ്റ് നിന്ന് പറയുകയും KC വേണുഗോപാൽ പിന്തുണയ്ക്കുകയും പുറത്ത് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്ത ഒരു കേന്ദ്ര നിയമം ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ്. അതിന്റെ അടക്കം ബലത്തിലാണ് കേരളത്തിൽ ഈ സംഘർഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമത്തിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര നിയമം. ശരത്തെ അത് ഞാൻ പറയാം. ഇത് ഭരണഘടനയുടെ 7th ഷെഡ്യൂളിൽപ്പെട്ട കാര്യമാണ് ഈ അമ്പല വിഷയം. അതുകൊണ്ട് ഇത് കൺകറന്റ് ലിസ്റ്റിലാണ്. നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര ഗവൺമെൻറ് അധികാരമുണ്ട്, യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഒരു നിയമനിർമ്മാണം ആവശ്യമാണ്. കാരണം ഇങ്ങനെ എല്ലാ സമുദായത്തിൻ്റെയും മതവിശ്വാസങ്ങൾ കയറി സുപ്രീം കോടതി ഇടപെടാൻ തുടങ്ങിയാൽ ഇവിടെ സുപ്രീം കോടതിയുള്ള വിശ്വാസം തന്നെ ആളുകൾക്ക് ഇല്ലാതാകും. അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുപ്രീം കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാവകാശ ഹർജി കൊടുത്തിട്ടുണ്ട്. അതുവരെ ഒരു മര്യാദ കാണിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറാവണ്ടേ? എന്താണ് ശ്രീ ജേക്കബ് താങ്കളുടെ അഭിപ്രായം? അവിടെയാണ് പ്രശ്നം. അവിടെയാണ് സത്യത്തിൽ കോൺഗ്രസിൻ്റെ പൂച്ച് പുറത്ത് ചാടുന്നത്. അവിടെയാണ് അവരാരുടെ ഒപ്പമാണ് നിൽക്കുന്നത്. അതായത് ഒരു സുപ്രീം കോടതി ഭരണഘടന വിധി ഭരണഘടന വ്യാഖ്യാനിച്ചുകൊണ്ട് എനിക്കൊരു തർക്കവുമില്ല. പക്ഷേ എനിക്കതിൽ ശ്രീ ഉണ്ണിത്താൻ്റെ നിലപാടിനോട് എനിക്ക് തർക്കമില്ല. പക്ഷേ നിങ്ങൾ സുപ്രീം കോടതി വിധി വന്നു കഴിയുമ്പോൾ അതിലെ മറികടക്കാൻ ഓർഡിനൻസുമായിട്ട് പോകണമെന്ന് പറയുമ്പം ശ്രീ ഉണ്ണിത്താൻ മനസ്സിലാക്കേണ്ടത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അയോധ്യ കാര്യത്തിൽ തൽക്കാലം ഓർഡിനൻസ് ഇല്ല എന്ന്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ എഴുന്നേറ്റ് എന്ന ഒരൊറ്റ ആർഗ്യുമെന്റ് വെച്ചിട്ട് അയോധ്യ കേസിൽ നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് BJPക്ക് പറ്റും. നിങ്ങൾ നാട്ടുകാരോട് എന്ത് വർത്തമാനമാണ് പറയുക? അതുപോലെ ശ്രീ ചന്ദ്രൻപിള്ള ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്തരം നടപടികളുമായിട്ട് കോൺഗ്രസ് മുമ്പോട്ട് പോകുമ്പോൾ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, കോൺഗ്രസ് സ്വയം അസ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിയമവാഴ്ചയിലും ഭരണഘടനയിലും വിശ്വസിക്കുന്ന കുറേ പേര് കോൺഗ്രസിലും വിശ്വസിക്കുന്നുണ്ട്. നിയമത്തെയും ഭരണഘടനയും അസ്ഥിരപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിൻ്റെ MP-മാർ കേന്ദ്രത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് കേരളത്തിലെ മനുഷ്യർ കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിയമവാഴ്ച ബഹുമാനിക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, ദളിതരുണ്ട്, പിന്നോക്ക വിഭാഗക്കാരുണ്ട്. ഇവരുടെ സുപ്രീം കോടതി വഴിയാണ്. സുപ്രീം കോടതി വിധി അസ്ഥിരപ്പെടുത്താൻ വേണ്ടി സുപ്രീം കോടതി വിധിയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോൾ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആ മനുഷ്യരെയാണ് കോൺഗ്രസ് അസ്ഥിരപ്പെടുത്തുന്നത്. കോൺഗ്രസ് സ്വയം അതിന്റെ കുഴി തോണ്ടുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ കോൺഗ്രസിന് കൊള്ളാം. സർക്കാർ ഇനിയും ജനങ്ങൾ പിന്തുണ വേണം എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ അത് യാതൊരു ലോജിക്കുമില്ല. സർക്കാരിനുള്ള എന്ന് വെച്ചാൽ നിയമവാഴ്ചയ്ക്കുള്ള അത് പാലിക്കേണ്ട ബാധ്യത സർക്കാരിന്റേത് മാത്രമാണ്. എല്ലാ ദിവസവും ജനപിന്തുണ എന്ന് വിലപിക്കേണ്ടതായ സാഹചര്യമില്ല. അതാണ് ശ്രീ ജേക്കബ് താങ്കൾ പറഞ്ഞു. ഞാൻ വരാം. ശ്രീ ചന്ദ്രൻപിള്ളയുടെ അവസരത്തിന് മുമ്പ് തന്നെ വീണ്ടും ശ്രീ ഉണ്ണിത്താനിലേക്ക് പോകേണ്ടി വരുന്നത് കോൺഗ്രസ് സ്വയം കുഴി തോണ്ടുന്ന ഇരട്ടക്കളി കളിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ശ്രീ ജേക്കബ് പറഞ്ഞു വെച്ചത്. ലോക്സഭയിലെ ഇപ്പോഴത്തെ നടപടികളാണ് ഉദാഹരണ സഹിതം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ശ്രീ ജേക്കബ് കേരളത്തിലെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സുപ്രീം കോടതി ഇപ്പോൾ 49 റിട്ട് ഹർജികൾ കൊടുത്തപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? All the review petitions will be heard in an open court on 22nd of January in an appropriate forum. അപ്പോൾ ഒരു ഓപ്പൺ കോർട്ടിൽ ഈ 49 റിവ്യൂ ഹർജികൾ വാദം കേൾക്കാൻ പോകുന്നു. ഈ 22-ാം തീയതി ദേവസ്വം ബോർഡ് സാവകാശ ഹർജി കൊടുത്തിരിക്കുന്നു. അപ്പോൾ 22-ാം തീയതി വരെ ഈ ഗവൺമെൻറ് അതിൻ്റെ പേരിൽ തന്നെ ക്ഷമിക്കാവുന്നേ ഉള്ളൂ. ഞങ്ങൾ 22-ാം തീയതി സുപ്രീം കോടതി ആ
49 റിവ്യൂ ഹർജികൾ വാദം കേൾക്കുന്നത് വരെ തിടുക്കപ്പെട്ടൊന്നും ചെയ്യരുതെന്ന് ഈ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് ഈ ജേക്കബ് പറഞ്ഞ പോലെ ജനുവരി മാസം 1-ാം തീയതി മതിൽ കെട്ടി അന്ന് രാത്രി കൊച്ചുവെളുപ്പാൻ കാലത്ത് ഈ 2 പെണ്ണുങ്ങളെ അവിടെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിന്റെ ചോദ്യം പിന്നെ എന്തിനാണ് ലോക്സഭയിൽ എഴുന്നേറ്റ് നിന്ന് കേന്ദ്ര നിയമം ആവശ്യപ്പെട്ടത്? അതാണ് ആ ചോദ്യം. ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ അങ്ങനെ ഒരു ഡിമാൻഡ് ചെയ്യാൻ കഴിയില്ല. ഒറ്റ കാര്യം പറയാം, പറഞ്ഞോട്ടെ ശരത്തെ, ഈ ജനുവരി മാസം 22-ാം തീയതി ഈ 49 റിവ്യൂ ഹർജികൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞാൽ, ഈ 4 റിട്ട് ഹർജികൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞാൽ കോൺഗ്രസ് അതിശക്തമായി ആവശ്യപ്പെടും ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കണം. ഇപ്പോൾ ആവശ്യപ്പെട്ടത് എന്തിന്? ഇപ്പോൾ ലോക്സഭയിൽ അങ്ങനെയാണെങ്കിൽ ആവശ്യപ്പെട്ടത് എന്തിന്? അതെനിക്ക് മനസ്സിലായി. അതാണ് ശ്രീ ജേക്കബിന് മനസ്സിലാവാത്തത്. ഏതാണ് ഇപ്പോൾ ലോക്സഭയിൽ എഴുന്നേറ്റ് നിന്ന് കേന്ദ്ര നിയമം ആവശ്യപ്പെട്ടത് എന്തിന്? കേന്ദ്ര നിയമം വേണം, കൊണ്ടുവരണം എന്നാൽ പിന്നെ എന്തിനാവശ്യപ്പെടുന്നു? ഞങ്ങൾ വളരെ പച്ചയ്ക്ക് പറഞ്ഞല്ലോ, ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാരെ പിന്നെ വേർതിരിച്ചു കാണണം. അവർ അനുവർത്തിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അഭംഗുരം അനസ്യൂതം തുടരണം. ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെയാണെങ്കിൽ അത് ജനുവരി 22-ന് ശേഷം ഡിമാൻഡ് ചെയ്യേണ്ടതാണ്. നിർമ്മാണം വേണം. ഞങ്ങൾ ആ അയ്യപ്പ ജനുവരി മാസം നിയമപരമായി ചെയ്യാവുന്ന എല്ലാം ചെയ്യും. അതുകൊണ്ടാണല്ലോ നിയമനിർമ്മാണം. ഇനി ഒരു കാര്യം കൂടെ പറയാം, ആ നിയമനിർമ്മാണത്തിന് ഈ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന കാലത്ത് അത് വേറെ പ്രശ്നം. തീർച്ചയായും തീരുമാനിക്കട്ടെ. ശ്രീ ജേക്കബ്, പൊരുത്തക്കേടുകളുണ്ടോ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞതിൽ? ദയവായി ക്ഷമിക്കുക ശ്രീ ചന്ദ്രൻപിള്ള. അതിൻ്റെ അകത്ത് 2 പ്രശ്നങ്ങളുണ്ട്. ശ്രീ ഉണ്ണിത്താൻ, നിങ്ങൾ നേരത്തെയും പറഞ്ഞു പെണ്ണുങ്ങളെ രാത്രിയിൽ. ശ്രീ ഉണ്ണിത്താൻ, അവിടെ ഞാൻ ശബരിമലയിൽ പോയിട്ടില്ല, പക്ഷേ ശബരിമലയിൽ രാവിലെ 3 മണിക്ക് നട തുറന്നു കഴിയുമ്പോൾ അവ കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ പോകുന്നതല്ലേ, സ്ത്രീകളും പുരുഷന്മാരുമായിട്ട്. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് പെണ്ണുങ്ങളെ കള്ളക്കടത്ത് നടത്തിക്കൊണ്ട് പോകുന്നത്? അതെന്തൊരു വർത്തമാനമാണ്? ഇവർക്ക് വേണ്ടി പ്രത്യേക നട തുറന്നൊന്നുമല്ലല്ലോ. അവിടെ നട തുറന്നപ്പോൾ ഈ സ്ത്രീകൾ ചെന്ന് ദർശനം നടത്തിയതല്ലേ. അതല്ലാതെ രാത്രിയിൽ ഇവർക്ക് വേണ്ടി പ്രത്യേകിച്ച് നട തുറന്നൊന്നുമല്ലല്ലോ. അതല്ല അവർ ഹെലികോപ്റ്ററിൽ കൊണ്ട് ഇറക്കിയൊന്നുമല്ലോ. അത് അത്തരം വാദങ്ങൾ കൊണ്ട് കാര്യമില്ല. ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ശരിയാണ്, ഓപ്പൺ കോർട്ട് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വഴിക്ക് ചർച്ച പോയിട്ട് കാര്യമൊന്നുമില്ല. അത് പറയാം. ശ്രീ ഉണ്ണിത്താൻ തന്നെ ഈ ജനുവരി 1-ന് മുമ്പ് ഈ സർക്കാർ പിണറായി വിജയൻ ഒരാളെ പോലും അവിടെ കയറ്റാൻ കഴിയുന്നില്ല, അതിനുള്ള ചങ്കൂറ്റമില്ല എന്ന നിലയിൽ നിലപാട് ചർച്ചയിലെടുത്ത ആൾ കൂടിയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ പ്ലേറ്റ് മാറ്റുക, ഇപ്പോൾ നിലപാട് മാറ്റുക. ശബരിമലയിൽ കൊച്ചു വെളുപ്പാൻ കാലത്ത് നാട്ടുകാരെ വെട്ടിച്ചല്ലാതെ പോകാത്ത ആളാണല്ലോ. ശബരിമലയിൽ എപ്പോഴാണ് നട തുറക്കുന്നത്? അയ്യപ്പന്മാർ ആദ്യമായി ഒരു ദിവസം ആരംഭിക്കുമ്പോൾ എത്ര മണിക്കാണ് ശബരിമല അയ്യപ്പനെ കാണുന്നത്? ശ്രീ ഉണ്ണിത്താൻ നന്നായി അറിയാമല്ലോ. ശരത്തെ 1975 തൊട്ട് 2018 വരെ ശബരിമലയിൽ മുടങ്ങാതെ പോകുന്ന ഒരു അയ്യപ്പ വിശ്വാസിയാണ് ഞാൻ. അവിടെ എപ്പോഴാ നട തുറക്കുന്നത്? അവിടുത്തെ പൂജാക്രമം എന്താണ്? നട അടയ്ക്കുന്നത് ആരാണ്? ലംഘനം ഉണ്ടായാൽ എന്താണ് നടക്കുന്നത്? ശരത്തിനറിയില്ല. നിരീശ്വരവാദികളായ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിരീശ്വരവാദിയാണെന്ന് ഉണ്ണിത്താൻ എങ്ങനെ അറിയാം? എനിക്കറിയാം. എന്റെ വിശ്വാസത്തെയും നിരീശ്വരവാദത്തെയും ഉണ്ണിത്താൻ എങ്ങനെയാണ് അളക്കുന്നത്? ഉണ്ണിത്താൻ എന്ത് ബോധ്യമാണ് അക്കാര്യത്തിലുള്ളത്? അതവിടെ നിൽക്കട്ടെ. സമയത്ത് വളരെ കുറച്ച് തിരക്കേ ഉള്ളൂ ശരത്തെ. നട തുറക്കുന്നത് എപ്പോഴാണ്? ഞങ്ങളെ പോലുള്ള വിശ്വാസികൾക്ക് അറിയാത്ത കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് നിർമ്മാല്യത്തിന് നട തുറന്നാൽ അവിടെ എത്ര തിരക്കുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. എങ്കിൽ ഞാൻ പറയും ശബരിമലയെ കുറിച്ച് ശ്രീ ഉണ്ണിത്താനും വലിയ ധാരണയൊന്നുമില്ല. ശബരിമലയെ കുറിച്ച് ഉണ്ണിത്താനും വലിയ ധാരണയൊന്നുമില്ല. രാവിലെ നിർമ്മാല്യത്തിന് നട തുറക്കുമ്പോൾ നല്ല അയ്യപ്പ ഭക്തർ ആ രാത്രിയിൽ പമ്പയിൽ നിന്നും മല ചവിട്ടി ശബരിമലയിൽ നിർമ്മാല്യം തൊഴാൻ കയറും. സംശയമുണ്ടെങ്കിൽ ഇത്ര പരസ്യമായിട്ടല്ലേ നമ്മൾ പറയുന്നത്? അനുഷ്ഠാനം എല്ലാം ചർച്ച ചെയ്യാം. ഞാൻ വെല്ലുവിളിക്കുന്നു, ശരത്തിനെ വെല്ലുവിളിക്കുന്നു. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ താല്പര്യം കലർത്തരുത് ശ്രീ ഉണ്ണിത്താൻ.
ശബരിമലയിൽ നട തുറന്നാൽ രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ്. എത്ര നേരം ക്യൂ നിന്നിട്ടാണ് ഓരോ അയ്യപ്പ ഭക്തനും നിർമാല്യം തൊഴാൻ അവിടെ എത്തുന്നത്? അത് അവിടെ രഹസ്യമായി എന്തെങ്കിലും ചെയ്യാനാവുമോ? എനിക്ക് സർക്കാർ ചെയ്ത കാര്യത്തിലൊന്നുമല്ല, പക്ഷേ വസ്തുതകൾ പറയുമ്പോൾ വസ്തുതയായിരിക്കണം. ശരത്തെ, നിങ്ങൾ ആ 2 പെണ്ണുങ്ങളെ കേരള പോലീസ് കൊണ്ടുപോയത് എങ്ങനെയാന്ന് കണ്ടോ? നിങ്ങൾ കണ്ടോ? 5000 പോലീസുകാരുണ്ട്. അത് നിങ്ങൾ തർക്കിച്ചോളൂ, അതിനൊന്നും തർക്കമില്ല. ആ വാദം നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ തെറ്റായ കാര്യങ്ങളോ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളോ നമ്മൾ ചർച്ചയിൽ പ്രചരിപ്പിക്കും. സകല ആളുകളെ ഈ വേഷപ്രച്ഛന്നനാക്കി അല്ലേ കൊണ്ടുപോയത്? ശരി, ശ്രീ ജേക്കബ്, നാണം കെട്ട ഏർപ്പാട്. അവിടെ സ്ത്രീകളെ അപമാനിക്കരുത് പ്ലീസ്. ഏത് സ്ത്രീയുമാവട്ടെ. അതൊക്കെ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞോട്ടെ, നേരത്തെ പറഞ്ഞോട്ടെ. ശ്രീ ഉണ്ണിത്താൻ സുപ്രീം കോടതി വിധി പറഞ്ഞപ്പം കുട്ടികളെ കണ്ടില്ലല്ലോ. അവരെ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുനടക്കല്ലേ? ഉണ്ണിത്താൻ ആദ്യം പറഞ്ഞ ആ പൊളിറ്റിക്കൽ ഹൈറ്റിൽ നിന്നൊക്കെ താഴോട്ട് പോവാണ്. ഇത്തരം പ്രയോഗങ്ങളൊന്നും ശരിയല്ല. അതെ അതെ, അതാണ് ഞാനും പറഞ്ഞത്. ശ്രീ ഉണ്ണിത്താൻ, ശരി ശരി ശ്രീ ജേക്കബ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. താങ്കളുടെ ഊഴം അടുത്ത. ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞതിലൊക്കെ എനിക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട്. പെണ്ണുങ്ങളെ കയറ്റി അങ്ങനെയൊന്നുമല്ല നമ്മൾ സ്ത്രീകളോട് സംസാരിക്കണം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. സുപ്രീം കോടതി വിധിയിൽ ഓപ്പൺ കോർട്ടിൽ കേൾക്കുമെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ തന്നെ കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ നേരത്തെ ഉള്ള വിധിക്ക് പ്രത്യേകിച്ച് സ്റ്റേ ഇല്ല എന്ന് പറഞ്ഞാൽ വിധി ഇപ്പോൾ നിലവിലുണ്ട്. ഈ കയറിപ്പോയ സ്ത്രീകൾ 2 പേരിൽ ഒരാൾ അഭിഭാഷകയാണ്. അവര് സുപ്രീം കോടതിയിൽ കൊണ്ടൊരു ഹർജി കൊടുത്താൽ ഇപ്പോൾ നിൽക്കുന്നത് പോലെ സർക്കാർ കയ്യും കെട്ടി നിൽക്കേണ്ടി വരും. ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ 800 പേരെ എന്തുകൊണ്ട് കയറ്റിയില്ല എന്ന് വെച്ചാൽ 800 പേർ മാത്രമല്ല, അവിടെ നേരിട്ട് വന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. നടന്നില്ല എന്നുള്ളതാണ് ശ്രീ ഉണ്ണിത്താൻ. തർക്കത്തിന് വേണ്ടി നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഈ സ്ത്രീകളിൽ ഒരാൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പോലീസ് ഞങ്ങൾക്ക് സംരക്ഷണം തന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ പറ്റാതെ നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്ന് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചാൽ നിങ്ങൾ അതെടുത്ത് വെച്ച് ആഘോഷിക്കല്ലേ? അന്ന് രാജി ആവശ്യപ്പെടും. അത് സർക്കാരിന് താല്പര്യമില്ല എന്ന് മാത്രം നിങ്ങൾ നിങ്ങൾ സുപ്രീം കോടതി വിധി ഭരണഘടനാ ബെഞ്ചിന്റെ മിസ്റ്റർ ജേക്കബ് 48 സുപ്രീം കോടതി വിധി നടപ്പിലാക്കാത്ത ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. അതിലൊന്നും സുപ്രീം കോടതി ചോദിച്ചില്ലല്ലോ. 48 വിധി സുപ്രീം കോടതി ഒരെണ്ണം നടപ്പിലാക്കിയിട്ടില്ല. ഒരെണ്ണം. കോതമംഗലത്തെ പള്ളിയിൽ പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. ഉണ്ണിത്താൻ ആ വാദം നടപ്പിലാക്കാത്ത ഒരു ഗവൺമെന്റ്. ഇതൊക്കെ നമ്മൾ എത്രയോ ചർച്ച ചെയ്തതാണ്. സർക്കാർ കക്ഷിയല്ലാത്ത ഒരു കേസും സർക്കാർ കക്ഷിയായ കേസും ശ്രീ ഉണ്ണിത്താൻ അറിയേണ്ടതാണ്. വാദം അതൊന്നുമല്ല. ശരത്ത് വാദം നമ്മൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതൊക്കെ എത്രമാത്രം ചർച്ച ചെയ്തതാണ്. താങ്കളുടെ വാദം പൂർത്തിയാക്കും. മുമ്പിലുള്ള പ്രശ്നം താങ്കളുടെ വാദം പൂർത്തിയാക്കും. എനിക്കൊന്ന് ശരത്ത് കൂടി പോകണം. ശരത്ത്, നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം അതല്ല. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം അതല്ല. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം കേരളത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു ദൈവ സങ്കല്പത്തിന്റെ പേരിൽ കുറച്ച് ക്രിമിനലുകൾ കേരളത്തെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. ഇക്കാര്യത്തിൽ സർക്കാർ ഇന്ന് വരെ എടുത്ത നിലപാടുകൾക്ക് കേരളത്തിലെ സ്ത്രീകളുടെ വലിയ പിന്തുണ അവർ മതിലുകെട്ടി കാണിച്ചിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇന്ന് വരെ ഉണ്ണിത്താൻ പറഞ്ഞ അതേ ശക്തിയിൽ ഈ അക്രമത്തെ അപലപിച്ചിട്ടില്ല. സർക്കാർ ജനങ്ങളുടെ പിന്തുണയ്ക്ക് വേണ്ടി നോക്കി നിൽക്കുന്നതിൽ ഇനി കാര്യമില്ല. സർക്കാർ വളരെ കൃത്യമായ നടപടി എടുത്തേ പറ്റൂ. ശബരിമലയുടെ പേരിൽ കേരളത്തെ കലാപഭൂമിയാക്കാനുള്ള ഒരു ന്യായീകരണവും സംസ്ഥാന സർക്കാർ പോലീസിനെ നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ വേണ്ട പോലെ കൈകാര്യം ചെയ്തേ പറ്റൂ. ശ്രീ ചന്ദ്രപിള്ള, ചർച്ച അവസാനിപ്പിക്കാം. സർക്കാർ ഭാഗം CPM ഇക്കാര്യത്തിൽ വസ്തുനിഷ്ഠമായി എടുക്കുന്ന ഒരു നിലപാട് എന്താണ്? ഇപ്പോൾ പുതിയ വാർത്ത കൂടി വരുന്നു. അമേരിക്കൻ ബ്രിട്ടൻ പൗരന്മാരോട് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്ന നിലയിലേക്ക് ബോംബെറിഞ്ഞ് വിലസുന്നവരുടെ നാടായി കേരളത്തിന്റെ സ്വന്തം നാട് ലോകമറിയുന്ന കാലമാണ്, ദിവസമാണ്. ഞാൻ ചർച്ചയിൽ ഉയർന്നു വന്ന പ്രസക്തമായ 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് ഉണ്ണിത്താനോടും മറ്റൊന്ന് ജേക്കബിനോടും. അതായത് ഉണ്ണിത്താന്റെ പരിശ്രമം മുഴുവൻ സുപ്രീം കോടതി വിധി തെറ്റാണെന്നും അതിനെതിരായിട്ടുള്ള നിയമ ഭേദഗതി വേണമെന്നുമുള്ളതാണ്. യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ പറയുന്ന ഈ വാദഗതി നമുക്ക് അംഗീകരിക്കാനാവില്ല.
വിശ്വാസത്തിന്റെ പ്രശ്നത്തിന്റെ ധാർമ്മികതയ്ക്ക് മുകളിൽ ഭരണഘടനയ്ക്ക് ഒരു അംഗീകാരം കൊടുക്കുന്നതിലേക്ക് പോകുന്നില്ല എങ്കിൽ ഈ രാജ്യം എന്ന ആശയം നിൽക്കില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉണ്ണിത്താൻ ഇപ്പൊ ചെയ്യുന്ന പണി നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഈ ക്രിമിനലുകൾക്ക് സഹായകമായിട്ടാണ്. വളരെ വ്യക്തമാണല്ലോ കാര്യം. മറ്റൊന്ന്, ജേക്കബ് പറഞ്ഞതിനകത്ത് എനിക്ക് യോജിപ്പുണ്ട്. പക്ഷെ ജേക്കബ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. കോൺഗ്രസിന്റെ ഈ നിലപാട് കേരള ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞു. ഒരർത്ഥത്തിലായാലും ശരിയുണ്ട്. കാരണം കോൺഗ്രസിന്റെ നിലപാട് തുറന്നു കാട്ടപ്പെടുന്ന മുറയ്ക്ക് ഞാൻ ആർഗ്യൂ ചെയ്യുന്ന അതല്ല. കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഈ നിർണായക ഘട്ടത്തിൽ കോടതി വിധിയെ ലംഘിക്കാനും നിയമവാഴ്ച തകർക്കാനും ഒരു കൂട്ടം ക്രിമിനലുകൾ വരുമ്പോൾ അത് തെറ്റാണെന്ന് പറയുന്ന ഒരു രംഗം കാണാൻ കേരളത്തിൽ ആഗ്രഹമുണ്ട്. അത് കേരളത്തിൽ കാണുന്നില്ല. അത് തുറന്നു കാട്ടപ്പെടുന്ന മുറയ്ക്ക് ഈ നിലപാട് കൊണ്ട് പ്രയോജനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഈ ധ്രുവീകരണം ഭരണഘടനയും മനുസ്മൃതിയും തമ്മിലാണ്, യാഥാസ്ഥിതികരും പരിഷ്കരണവാദികളും തമ്മിലാണ്. അതിന്റെ ചേരിതിരിവ് മനസ്സിലാക്കാതെ ഈ ക്രിമിനലുകൾക്ക് സഹായകമായ ഒരു വാക്ക് പോലും ആരുടെയും ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. CPM-നെ സംബന്ധിച്ച് നല്ല സമചിത്തതയിൽ ഈ ഗവൺമെന്റ് കർശനമായി ഇത് കൈകാര്യം ചെയ്യുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഏതായാലും ആ പറഞ്ഞ പ്രതികരണം ഒരുപക്ഷെ ഇന്നു മുതൽ നാളെയും ഒക്കെ കുറെ കൂടി CPM-ന്റെ ഭാഗത്ത് നിന്ന്, CPM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീ കോടിയേരിയും ഒക്കെ ആ നിലയിൽ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ചന്ദ്രൻപിള്ളയും അതിനാണ് കൂടുതൽ ഊന്നൽ നൽകിയത്. പോലീസാണ് ഈ ക്രിമിനലുകളെ അമർച്ച ചെയ്യേണ്ടത്. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ, സമാധാന ജീവിതം ഉറപ്പാക്കാൻ പോലീസാണ് ഉത്തരവാദിത്വം കാട്ടേണ്ടത്, സർക്കാരാണ്. ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കി മുന്നോട്ട് പോകുന്ന സർക്കാരാണ് എങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, അതിൽ ശ്രീ ഉണ്ണിത്താനും ശ്രീ ചന്ദ്രൻപിള്ളയും ശ്രീ ജേക്കബും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു അഭിപ്രായമെടുക്കുന്നു. ഈ ക്രിമിനലുകളെ അമർച്ച ചെയ്തേ മതിയാകൂ. അതിനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യം നൽകേണ്ടത്. പ്രേക്ഷകർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുകൂടി നോക്കാം. കലാപഭൂമിയാക്കാനാണോ ശ്രമം എന്ന ചോദ്യമാണ് ഈ ചർച്ചയുടെ ഭാഗമായി FB പോളിലൂടെ മുന്നോട്ട് വെച്ചത്. അതെ എന്ന് 92% ആളുകളും വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ ഉയർന്നതുപോലെ തന്നെ ശക്തമായ അടിച്ചമർത്തൽ അടിയന്തരമായി ഉണ്ടാവണം എന്ന നിലപാടിന് കൂടുതൽ ശക്തി പകരുന്ന പ്രേക്ഷക പ്രതികരണമാണ് വന്നിട്ടുള്ളത്. അങ്ങനെയല്ല എന്ന് കരുതുന്നത് കേവലം 8% മാത്രം. വളരെയധികം നന്ദി ശ്രീ ചന്ദ്രൻപിള്ള, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ KJ ജേക്കബ് ഞങ്ങളുമായി സഹകരിച്ചത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.